വാസുട്ടിയുടെ അച്ഛൻ ചെല്ലപ്പൻ ആശാരിയും നമ്മുടെ ബാങ്കിന്റെ മുതലാളിയുടെ അച്ഛനും തമ്മിൽ വലിയ സുഹൃത്തുക്കളായിരുന്നു. അപ്പൊ ആ ഒരു ബന്ധത്തിന്റെ പേരിലാണ് 1.5 ലക്ഷം രൂപ വാസുട്ടിക്ക് ബാങ്ക് കൊടുത്തത്. അല്ല അറിയാമല്ലോ. ഇപ്പൊ അത് പലിശയുടെ പലിശ എല്ലാം കൂടെ ചേർത്തപ്പോ 2 ലക്ഷം രൂപയായി. ഒന്നും കുഴപ്പമില്ല, നിങ്ങളിപ്പോ ടെൻഷൻ അടിക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് വാസുട്ടി അടച്ചത് ക്ലോസ് ചെയ്യണ്ടേ? അജിത്തെ വിളിച്ചതെന്ന് പറഞ്ഞാല് നമ്മുടെ സുഹൃത്താണ് പരീക്കുട്ടി. പുള്ളി ഇന്ന് തന്നെ സെറ്റിൽ ചെയ്യാൻ വന്നതാണ്. ഓ അങ്ങനെയാണ്. അപ്പൊ വാസുട്ടി അങ്ങോട്ട് തരാനുള്ള കായ് ഞാൻ ഇപ്പൊ കരുതിയിട്ടുണ്ട്. 2 ലക്ഷം റുപ്യ എന്നുള്ളത് ഇപ്പൊ ഞങ്ങള് അറിഞ്ഞത്. അതെ എല്ലാം കൂടെ കൂട്ടുപലിശ 2 ലക്ഷം. ആയിക്കോട്ടെ. അപ്പൊ ആ 2 ലക്ഷം റുപ്യ ഒരു പൈസ കുറയാതെ അപ്പൊ വാസുട്ടി നിങ്ങൾക്ക് അങ്ങോട്ട് തരും. വാസുട്ടിയെ ബാധ്യത, ബാങ്കിന്റെ ബാധ്യത അങ്ങോട്ട് തീർത്ത ആദ്യം. എനിക്ക് ഞാൻ 2 ലക്ഷം റുപ്യ കേട്ടോ. ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള ലോണും അതിന്റെ പലിശയും എല്ലാം കൂടെ അടക്കം 2 ലക്ഷം റുപ്യ ഉണ്ട്. അത് ഞാൻ നേരെ കയ്യോടെ ഏൽപ്പിക്കാം. ഓ ആയിക്കോട്ടെ. അപ്പൊ വാസുട്ടി ആയിട്ടുള്ള ബാധ്യത അങ്ങോട്ട് തീർന്നല്ലോ. ഓ അത് കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പോ വേറൊരു കാര്യം എന്താ വെച്ചാല് ഈ പൈസ അവിടെ കുറി കിട്ടിയിട്ടുള്ളത് ഞെരുക്കാണല്ലോ രമേശിനല്ലേ? ഓ അപ്പൊ ആ കാശ് ബാങ്ക് കൊടുക്കണ്ടാണല്ലോ രമേശിന്. ഓ അത് കൊടുക്കണം. 2 ലക്ഷം റുപ്യ അല്ലേ? അപ്പൊ ആ 2 ലക്ഷം റുപ്യ അദ്ദേഹത്തിന് അങ്ങോട്ട് കൊടുക്കാലോ. അല്ല അതങ്ങനെ കൊടുത്താലേ അതങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അല്ല ഈ രമേശൻ അവിടെ വന്ന് കാര്യങ്ങളൊക്കെ ഓച്ചറൊക്കെ ഒപ്പിട്ട് എഴുതി തന്ന് ക്ലോസ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റൂ. അല്ല ഇപ്പൊ നാളെ വന്ന് ചെയ്ത് തരുമല്ലോ. അതെന്തായാലും ഉറപ്പായിട്ടും പ്രൊസീജിയർ വെച്ച് നോക്കുമ്പോഴേ ഞാൻ കൊണ്ടുവരാം 2 പേരെ. സാറേ ഇപ്പൊ വേറെ കാര്യണ്ട്. നിങ്ങൾക്ക് കായ് തന്നല്ലോ വാസുട്ടിയുടെ കണക്ക് അവിടെ ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അല്ല നാളെ അവിടെ വന്ന് എഴുതി തന്നാൽ മാത്രമേ എഴുതി തരൂ. അപ്പൊ ഞാൻ കൊടുക്കട്ടെ? കൊടുത്തോ. പുള്ളി കൈപ്പറ്റിയെന്ന് പറഞ്ഞ് നാളെ വൗച്ചർ രമേശിനെ കൊണ്ടുവരണം. രമേശിനെ ഓരോ പ്രൊസീജിയറാണ്. ഇദ്ദേഹത്തിന്റെ കണക്ക് അതിന് ശേഷം സാറ് ക്ലോസ് ചെയ്താൽ മതി. ഈ ഇങ്ങേര് വന്ന് ഒപ്പിട്ടതിന് ശേഷം വാസുട്ടിയുടെ കണക്ക് സാറ് ക്ലോസ് ചെയ്താൽ മതി. അപ്പൊ കുഴപ്പമില്ല. എന്തായാലും വാസുട്ടിക്ക് ഒന്ന് ഒപ്പിടണമല്ലോ. അപ്പൊ ഞങ്ങൾ 2 പേരും നാളെ രാവിലെ ടെൻഷൻ അടിക്കണ്ട. പിന്നെ 2 ലക്ഷം രമേശിന്റെ 2 ലക്ഷം കിട്ടിയ പൈസ. അപ്പൊ എന്തായാലും കുറി കിട്ടിയ കാശ് നിങ്ങൾക്ക് കിട്ടി. അപ്പൊ ഇങ്ങനെ 2 കൂട്ടരുടെയും ബാധ്യതകൾ തീർന്നു. അതിനകത്ത് ഏറ്റവും വലിയ ഇടങ്ങേറ് ഇവനും എടുക്കാനുള്ള കാശാണ്. ഇത് എന്റെ കയ്യിൽ പെട്ടുപോയി. ജോസൂട്ടി ഞങ്ങള് കച്ചവടം നടത്തിയതിന്റെ പൈസയാണ് പിടിച്ചേട്ടെ. അതില് കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ഇങ്ങനെ ഒരു പ്രഷർ വന്നോണ്ടേ. അല്ലെ എന്തായാലും കടങ്ങള് തീരട്ടെ. അപ്പൊ ഇങ്ങനെ എല്ലാവരെയും കാശിന്റെ ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ സന്തോഷം. ശരി വളരെ സന്തോഷം. ശരി ശരി വളരെ സന്തോഷം വന്നേ. എന്റെ ജീവൻ കിട്ടി. പറഞ്ഞ പോലെ എന്റെ പൊന്നു കൂടപ്പിറപ്പെ, നിന്നെ ജാമ്യം നിർത്തി ലോൺ എടുത്ത് 1.5 ലക്ഷം രൂപയും പലിശയും ചേർത്ത് 2 ലക്ഷം രൂപയുണ്ട്. ഇനി മനുഷ്യനെ ഉളകെടുത്തരുത്. മേടിച്ചോ. പന്റെ കൈ കിട്ടിയില്ലേ? അതെ നിന്റെ കയ്യിൽ നിന്ന് ഞാൻ 2 ലക്ഷം റുപ്യ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നോട്ടെ ഞാൻ. അത് ഞാൻ കയ്യോടെ അങ്ങോട്ട് തരികയാണ്. അങ്ങോട്ട് തന്നോ. അല്ല പറഞ്ഞ വാക്കിന് വില വേണേ. ആദ്യമായിട്ടാണ് വാക്കിന് വില ഉണ്ടാവുന്നത്. കായിന്റെ ഇടപാട് അല്ല പരികുട്ടിയെ, നീ സത്യം പറയണം. എന്താണ് ഇത് ചോദിച്ചോ? എവിടുന്നാ നിനക്ക് 2 ലക്ഷം റുപ്യ? 2 ലക്ഷം റുപ്യയുടെ കഥ അവിടെ കിടക്കണം. അല്ല അത് പറയണം. അല്ല അത് ഞാൻ പറയാം. അതായത് ഈ കായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഉപയോഗം ഈ വക ഇടപാടുകൾ നടത്തുക എന്നുള്ളത് മാത്രമാണ്. അല്ല കായ്ക്ക് കായ് തന്നെ വേണം, അത് വേറെ കാര്യം. അപ്പൊ ആ കാര്യത്തിന്റെ മുകളിലാണ് നിങ്ങൾ ഇപ്പൊ ഈ 3-4 പേര് ചേർന്ന് ഇങ്ങനെ കടിപിടി കൂടിയിരുന്നത് അല്ലേ? സത്യത്തില് ഞാൻ ഇപ്പൊ അനക്ക് തന്ന കായ് പന്റേലുണ്ടോ? ഇല്ലല്ലോ. ഓന്റെയിലുണ്ടോ? അവരുടെ ഞാൻ തന്ന കായ് ഇന്ത്യയിൽ തന്നെ വന്നതാ അല്ലേ? പക്ഷെ നിങ്ങളുടെ കടിപിടി തീർന്നല്ലോ, പ്രയാസങ്ങൾ തീർന്നല്ലോ. ഇതാണ് കാശ്, ഇതാണ് കാശിന്റെ ഉപയോഗം. ഇനിയിപ്പോ ഞാൻ ഈ കായ് എങ്ങനെ സംഘടിപ്പിച്ചു അത് എനിക്ക് ഒന്നും കൂടി ഒന്ന് തിരിക്കാൻ പറ്റുമോ? പിന്നെന്താ, അനക്ക് ഇനിയിപ്പോ ഈ കായ് തിരിച്ചൊക്കെ ചെയ്യാലോ. പിന്നെന്താ, എത്ര വേണമെങ്കിലും തിരിച്ചോ. ഇല്ല, അത് 2 രൂപ വേണോ? 2 റുപ്യ എടുത്തോ. ഈ ഒരു പൈസ ഇങ്ങോട്ട് തരില്ല. ഇതൊക്കെ നിങ്ങൾക്കുള്ളതാ. ഇതാണിപ്പോ ഞാൻ ഉണ്ടാക്കിയ കായ്. ഏടോ ചെങ്ങായി, ഈ കായ് എന്ന് പറഞ്ഞത് ഇതൊക്കെ ഒരു വിശ്വാസവും ഒരു ഉറപ്പിക്കലൊക്കെയാണ്. ഇതിന് ഈ കടലാസിന്റെ വില ഉള്ളൂ. അല്ലെങ്കിൽ കൃത്യസമയത്ത് കൃത്യമായിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഉപകാരമുള്ളൂ. ഇതിപ്പോ ഞാൻ അനക്ക് തരാണ്ട് എന്റെ അലമാരയിൽ കെട്ടിപ്പൂട്ടി വെച്ചാല് വല്ല പരിപാടി നടക്കും. ഇപ്പൊ നിങ്ങളുടെ തർക്കം തീർന്നില്ലേ? എല്ലാം അവസാനിച്ചില്ലേ?
ഒരു വിശ്വാസം, ഈ ഒരു വിനിയോഗം, ഇതാണ് പൈസ. അതാദ്യം മനസ്സിലാക്കുക. ഒരാളൊക്കെ സ്കൂളിൽ പോയെങ്കിൽ രാജ്യം നശിച്ചു പോയതല്ല. ആ